ചൊക്രമുടിയിൽ വീണ്ടും അനധികൃത നിർമ്മാണത്തിന് ശ്രമം. വിവാദ ഭൂമിയിൽ അതിക്രമിച്ചു കയറി കാട് വെട്ടിത്തെളിച്ചു. നീലക്കുറിഞ്ഞികൾ ഉൾപ്പെടെ നശിപ്പിച്ചു. കയ്യേറ്റ ആരോപണ വിധേയനായ സിബിയുടെ തൊഴിലാളികളാണ് സ്ഥലത്ത് കയറിയത്. വിവാദ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തിയവരും എത്തിയിരുന്നു. സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, വിവരങ്ങൾ. ഇന്ന് രാവിലെ മുതലാണ് ഇത്തരത്തിൽ മൂന്നാറിന് സമീപം ചൊക്രമുടിയിൽ വീണ്ടും കയ്യേറ്റ സ്ഥലത്ത് ഈ കയ്യേറ്റം നടത്തിയ അടിമാലി സ്വദേശി സിബിയും തൊഴിലാളികളും അതുപോലെ തന്നെ ഭൂമി വാങ്ങിയ ആളുകളും എല്ലാം തന്നെ സംഘടിച്ചെത്തിയത്. പ്രധാനമായും ഈ പ്രദേശത്ത് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് കയ്യേറ്റ ഭൂമിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വിലക്ക് ഏർപ്പെടുത്തുകയും ഇവിടേക്ക് കയറുന്നത് അതിക്രമിച്ച് കയറുന്നതെല്ലാം തന്നെ നിയന്ത്രിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതെല്ലാം മറികടന്നുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഈ തൊഴിലാളികളും അതുപോലെ തന്നെ ഈ അടിമാലി സ്വദേശിയായ സിബി ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തുകയും ഈ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ കാട് വെട്ടിത്തെളിച്ച് മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തത്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് ഇവിടെ എത്തുകയും ഇവരെ തടയുകയും ചെയ്തു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ എത്തി. അതേസമയം റവന്യൂ ഉദ്യോഗസ്ഥർ ഇതുവരെയും സ്ഥലത്ത് എത്തിയിട്ടില്ല എന്നുള്ള ആരോപണം പ്രധാനമായും ഉയരുന്നുണ്ട്. ഇത്തരത്തിൽ CPIയുടെ മുതിർന്ന നേതാക്കൾ തന്നെ ഇടപെട്ടുകൊണ്ടാണ് ഈ ഒരു ഭൂമി കയ്യേറ്റം ചെയ്തത് എന്നടക്കമുള്ള ആരോപണങ്ങളെല്ലാം ആ സമയത്ത് ഉടലെടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇത് തണുത്തുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളെല്ലാം തന്നെ ഇഴഞ്ഞു നീങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഇതെല്ലാം മുതലെടുത്തുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഈ കയ്യേറ്റ ഭൂമിയിൽ ചൊക്രമുടിയിലെ കയ്യേറ്റ ഭൂമിയിൽ വീണ്ടും അതിക്രമിച്ചു കയറുകയും ഈ കയ്യേറ്റം തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പ്രധാനമായും ഈ കാട് വിട്ടുതെളിക്കുന്ന ജോലികളാണ് അവിടെ നടന്നത്. ഈ പൂർണ്ണമായും നശിപ്പിച്ചിരുന്ന അപൂർവ ഇനത്തിൽപ്പെട്ട സസ്യങ്ങളും അതുപോലെ തന്നെ നീലക്കുറിഞ്ഞികളും എല്ലാം തന്നെ ഏതാനും മാസങ്ങൾ കൊണ്ട് അവിടെ വീണ്ടും എത്തുകയും പൂർണ്ണമായും ആ പ്രദേശമെല്ലാം തന്നെ പച്ചപ്പിലേക്ക് പോവുകയും ചെയ്തത്. നിലവിലിപ്പോൾ ഈ പച്ചപ്പെല്ലാം തന്നെ നശിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം, അതായത് നീലക്കുറിഞ്ഞി ഉൾപ്പെടെ നിലവിൽ നശിപ്പിച്ച് കളയുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു ചൊക്രമുടിയിൽ ഉടലെടുത്തിട്ടുള്ളത്. എന്തായാലും ഉടൻ തന്നെ ഈ റവന്യൂ ഉദ്യോഗസ്ഥരോട് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇവർ എത്തിയ ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് സൂചന. ശരി, സുബിനാണ് വിവരങ്ങൾ നൽകിയത്.